അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ യു ക്യാൻ കൺട്രോൾ യുവർ മൈൻഡ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഈ കാറ്റിനെ കൈകൊണ്ട് പിടിക്കുന്ന പോലെയാണ് അല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് പിടികിട്ടില്ല. ഒരുവിധം നമ്മളെ മൈൻഡിനെ നമുക്ക് പിടികിട്ടിയാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിരിക്കും അല്ലേ. നമ്മളൊരു ഹെൽത്തിനെ എന്താ പറയുന്നത് വെച്ചാൽ, അക്കോർഡിംഗ് ടു WHO നമ്മൾ ഫിസിക്കലി മെന്റലി ഒരുപോലെ ഹെൽത്ത് ആയാലേ നമ്മൾ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്താണ് നിങ്ങളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് കാണാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഡിറ്റാച്ചിങ് യുവർ സെൽഫ് ഫ്രം ടെമ്പററി പ്ലഷർ. നമ്മുടെ എല്ലാവരുടെ ഒരു സ്വഭാവമാണ് ടെമ്പററി പ്ലഷറിൻ്റെ ബാക്കിൽ പോകുന്നതാണ് എല്ലാവരും. ഇപ്പം സപ്പോസ് എനിക്ക് ഈ ഭക്ഷണം ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഞാനൊരു ഡയറ്റിലാണ്. പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു ടെമ്പററി പ്ലഷർ എന്ന് പറയുന്നത് ആ ഭക്ഷണം കഴിക്കുന്നതിനോടാണ്. അതുപോലെ തന്നെയാണ് ഈ ആൽക്കഹോൾ അഡിക്ഷൻ. അയാൾക്കറിയാം അതിൻ്റെ ഡീമെറിറ്റ്സ് ഒക്കെ അയാൾക്കറിയാം, പക്ഷെ എന്നിരുന്നാലും ആ ഒരു സമയത്ത് അദ്ദേഹം അതിൻ്റെ ബാക്കിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ടെമ്പററി പ്ലഷറിൻ്റെ ബാക്കിലാണ്. കംപ്ലീറ്റ്ലി നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ആണ് മാസ്റ്റർ യുവർ 5 സെൻസസ്. നമ്മളുടെ 5 സെൻസസ് ഉണ്ട്, നമുക്കറിയാം അല്ലേ. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, മണക്കുന്നത്, സ്മെൽ, ടച്ച് എല്ലാം എവറിത്തിങ് നമ്മൾ സെൻസസ് ആയിട്ട് പറയും. നമ്മളുടെ ബോഡിയിലേക്ക് എന്ത് ഇൻഫർമേഷൻ കയറുന്നതും ഈ സെൻസസിലൂടെയാണ്. അപ്പം കഴിയുന്നതും നമ്മളുടെ സെൻസസിന് നമ്മൾ കാണുന്നത് നല്ലത് കാണുക, കേൾക്കുന്നത് നല്ലത് കേൾക്കുക. അങ്ങനെ നമ്മളുടെ സെൻസസിനെ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരുവിധം നമുക്ക് നമ്മളുടെ മൈൻഡിനെ കയ്യിൽ കിട്ടും. ഇതിനെ ഏറ്റവും നമ്മളെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അതുതന്നെയാണ് നമ്മളുടെ തേർഡ് പോയിന്റ്. മെഡിറ്റേഷൻ വഴി നമ്മളുടെ ഈ 5 സെൻസസിനെ നമുക്ക് കയ്യിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ഏകാഗ്രതമായി നമ്മളുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ രാവിലെ സമയങ്ങളിൽ ഒരു 5 to 6 എന്ന് പറയുന്ന സമയം വളരെ ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. ആ ടൈമിൽ നമ്മളോട് എണീക്കാനും ആ ടൈമിൽ എന്തെങ്കിലും എക്സസൈസിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റാണ് മെഡിറ്റേഷൻ. നെക്സ്റ്റ് പോയിൻ്റാണ് യൂസ് യുവർ ഇൻ്റലിജൻസ്. വേണ്ട സ്ഥലത്ത്, വേണ്ട വിധത്തിൽ, വേണ്ട പോലെ നമ്മളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുക. ഈ ഒരു സമയത്ത്, ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ സംസാരിക്കുന്നത് നല്ലതാണോ? അവിടെ കയറി സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആ അനുയോജ്യമായിട്ട് ആ സിറ്റുവേഷനെ നിങ്ങൾ നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻ്റലിജൻസ് ആണ്. അപ്പം വേണ്ട വിധത്തിൽ നിങ്ങളുടെ ഇൻ്റലിജൻസിനെ യൂസ് ചെയ്യുക. അതും വിധം നിങ്ങൾക്ക് ഒരു മൈൻഡ്, നല്ലൊരു മൈൻഡ്, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ തന്നെ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റ്സ് നിങ്ങളുടെ ഇൻ്റലിജൻസിനെ, മെഡിറ്റേഷനെ, നിങ്ങളുടെ സെൻസസിനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ടെമ്പററി പ്ലഷറിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യും വഴി ഒരു നല്ല കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുമൂലം നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് നിങ്ങൾക്ക് നയിക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.